ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിലെ എവല്യൂഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് എവല്യൂഷൻ ഓഫ് എർത്ത് നോക്കാം. അവർ യൂണിവേഴ്സ് ഈസ് ബിഗാൻ അബൌട്ട് 15 ബില്യൺ ഇയേഴ്സ് അഗോ. നമ്മൾ യൂണിവേഴ്സിൻ്റെ എവല്യൂഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമ്മുടെ യൂണിവേഴ്സ് ഇവോൾവ് ആയിട്ട് ഫോം ചെയ്തിട്ട് 15 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 100 crore ആണ് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 മില്യൺ ആണെങ്കിലോ 10 lakhsനെയാണ് നമ്മൾ 1 മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ 100 ബില്യൺ ആണ് 100 crore ആണ് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെ 15 ബില്യൺ ഇയേഴ്സിന് മുന്നെയാണ് നമ്മുടെ യൂണിവേഴ്സ് ബിഗാൻ ചെയ്തു തുടങ്ങിയത്. എർത്ത് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അബൌട്ട് 4.60 ബില്യൺ ഇയേഴ്സ് അഗോ. കണ്ടോ, 15 ബില്യൺ ഇയേഴ്സിന് മുന്നേ യൂണിവേഴ്സ് ഉണ്ടായി. അപ്പോൾ അതിന് എത്രയോ ബില്യൺ ഇയേഴ്സിന് ശേഷമാണ് എർത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എർത്തിൻ്റെ ഫോമേഷനെ കുറിച്ച് പറയുമ്പോൾ പല രീതിയിൽ എർത്ത് ഫോം ചെയ്തു എന്ന് പറഞ്ഞ് പല തിയറീസ് പറയുന്നുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഗേഷ്യസ് ഹൈപ്പോത്തിസിസ്, പിന്നെ നെബുലാർ ഹൈപ്പോത്തിസിസ്, പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തിസിസ്, ടൈഡൽ ഹൈപ്പോത്തിസിസ്, പ്രോപ്ലാനറ്റ് ഹൈപ്പോത്തിസിസ്, ദെൻ ബിഗ് ബാങ് തിയറി. ഈ പേരുകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെ ഓരോ ഹൈപ്പോത്തിസിസും എന്താണ് അവർ പറയുന്നത് എർത്തിൻ്റെ ഫോമേഷനെ കുറിച്ചിട്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേഷ്യസ് ഹൈപ്പോത്തിസിസ് ആണ്. ഗേഷ്യസ് എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ തന്നെ GAS, ഗ്യാസ് അല്ലേ, ഒരു ഗ്യാസിൽ നിന്നുണ്ടായി എന്ന് നമുക്ക് ആ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. നോക്കിയേ, ജർമ്മൻ ഫിലോസഫർ ഇമ്മാനുവൽ കാന്റ് പ്രപ്പോസ് ദിസ് തിയറി ഇൻ ഹിസ് ബുക്ക് ജനറൽ നാച്ചുറൽ തിയറി ഓഫ് ദ ഹെവൻ. ഓക്കെ, ഈ ഗേഷ്യസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ഇമ്മാനുവൽ കാന്ത് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കായ ജനറൽ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ദ ഹെവൻ എന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ തിയറി നോക്കാം. According to this theory, in the beginning, hot, cold, and motionless particles lay scattered in space. Due to mutual gravitational attraction, these particles started colliding and falling one another. This collision generated heat and rotation. അപ്പോൾ എന്താ ഈ തിയറി പറയുന്നത്? നമ്മുടെ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ എർത്ത് ഫോം ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് കാലഘട്ടത്തിൽ വളരെ ഹാർഡായിട്ടുള്ളതും കോൾഡായിട്ടുള്ളതും മോഷൻലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ സ്പേസിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടന്ന ഈ മോഷൻലെസ് പാർട്ടിക്കിൾസിന് ഒരു മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഉണ്ടായി. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒന്നിന് പുറത്ത് ഒന്നായി കൊളൈഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഉണ്ടായ കൊളീഷന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാവാൻ തുടങ്ങി. മാത്രമല്ല, കൊളീഷന്റെ ഭാഗമായി ഹീറ്റും ഉണ്ടായി. അത് സെൽഫായി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്തു? ഇറ്റ് ഫോം ഡസ് എ നെബുല. നെബുല എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഓഫ് ഗ്യാസ് എന്നാണ്. ഓക്കെ, ഈ ഗ്യാസ് എന്ത് ചെയ്തു? ഒരു നെബുലയായി ഫോം ചെയ്തു. ഈ നെബുല പിന്നീട് പ്ലാനറ്റ് സിസ്റ്റമായി ഫോം ചെയ്തു എന്നാണ് നമ്മുടെ ഗേഷ്യസ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തിസിസ്. നെബുല എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പറയും നെബുലയിൽ നിന്നുണ്ടായി അല്ലേ. ഗേഷ്യസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഗേഷ്യസ് ഗ്യാസ് അല്ലെ, ഗ്യാസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിന്നുണ്ടായി എന്നാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തത് നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ്. ദിസ് തിയറി പ്രപ്പോസ്ഡ് ബൈ പിയറി സൈമൺ ലാപ്ലാസ്. സൈമൺ ലാപ്ലാസ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ മാസീവ് നെബുല കൂൾസ് ആൻഡ് കോൺട്രാക്ട്സ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു സ്പിൻ. Then its rings eventually formed as planets. Its remaining central mass condenses into sun. എന്താണ് ഈ തിയറി പറയുന്നത്? ഈ തിയറി പറയുന്നത് ഒരു മാസീവ് നെബുല ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നെബുല എന്ത് ചെയ്തു? കൂൾ ചെയ്തു, പിന്നെ കോൺട്രാക്റ്റ് ആയി ചുരുങ്ങി തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് സ്പിൻ ചെയ്യാൻ തുടങ്ങി, കറങ്ങാൻ തുടങ്ങി. അങ്ങനെ സ്പിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിന്റെ സെന്റർ പാർട്ട് എന്ത് ചെയ്തു? ഇതിന്റെ സെന്റർ പാർട്ടിലെ മാസ് കണ്ടൻസ് ചെയ്ത് സണ്ണായി മാറുകയും ചുറ്റുമുള്ള പാർട്ട്, റിംഗ് ആയി വരുന്ന ചുറ്റുമുള്ള പാർട്ട് ഓരോ പ്ലാനറ്റ്സ് ആയി മാറി എന്നാണ് നെബുലർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തിസിസ്. ഓക്കെ, പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. This theory was proposed by Thomas C. Chamberlain and Forrester Moulton. According to this theory, a star once passed to the young sun. എന്താ ഈ തിയറി പറയുന്നത്? യങ് സൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സണ്ണിനടുത്തൂടെ ഒരിക്കൽ എന്ത് ചെയ്തു? ഒരു സ്റ്റാർ പാസ് ചെയ്തു പോയി. ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ പാസിംഗ് സ്റ്റാർ ഡ്രൂ ഔട്ട് സ്ട്രീംസ് ഓഫ് ഗേഷ്യസ് മാറ്റർ ഫ്രം ദ സൺ. അപ്പൊ ഈ സണ്ണിനടുത്തൂടെ ഒരു സ്റ്റാർ പാസ് ചെയ്ത് പോവുകയാണ്. ഈ പാസ് ചെയ്ത് പോയ സ്റ്റാർ എന്ത് ചെയ്തു? സണ്ണിൽ നിന്നും
എന്ത് ചെയ്തു? ഗേഷ്യസ് മാറ്റർ ഇതിൽ നിന്നും പുൾ ഔട്ട് ചെയ്തു. This matter cools and condenses and forms as planetesimals. Then it formed as planets, asteroids and satellites. Okay. അപ്പോൾ നമ്മൾ സണ്ണിനടുത്തൂടെ പോയ പാസ് ചെയ്ത സ്റ്റാറിന് എന്ത് ചെയ്തു? സണ്ണിൽ നിന്നും കുറച്ച് ഗേഷ്യസ് മാറ്റർ കിട്ടി. ഈ കിട്ടിയ മാറ്റർ എന്ത് ചെയ്തു? കൂൾ ചെയ്തു, കണ്ടൻസ് ആയി, എന്നിട്ട് എന്ത് ചെയ്തു? പ്ലാനറ്റെസിമൽസ് ആയി മാറി. എന്താണ് പ്ലാനറ്റെസിമൽസ് എന്ന് പറഞ്ഞാൽ? പ്ലാനറ്റുകൾ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥ. ഓക്കെ, അതിനെയാണ് പ്ലാനറ്റെസിമൽസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്കതിനെ ഗ്രഹാങ്കുരങ്ങൾ എന്ന് പറയാം. പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ ഗ്രഹാങ്കുരങ്ങൾ എന്ന് പറയാം. ഓക്കെ, ആ പ്ലാനറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിലുള്ള ഒരവസ്ഥയിലോട്ട് മാറി. അതിനുശേഷം ഈ പ്ലാനറ്റെസിമൽസ് എന്തായി മാറി? പ്ലാനറ്റ്സും ആസ്ട്രോയിഡും സാറ്റലൈറ്റ്സും മീറ്ററോയിഡ്സും ഒക്കെ ആയിട്ട് മാറി. ഇതാണ് പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ആരൊക്കെയാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്? തോമസ് സി ചാമ്പലനും ഹോറസ് ആർ മോൾട്ടനുമാണ്. നെക്സ്റ്റ് തിയറി നോക്കാം, ടൈഡൽ ഹൈപ്പോത്തിസിസ്. എ തിയറി പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് ജീൻസ് ആൻഡ് ഹറോൾഡ് ജെഫ്രെ. ഓക്കെ, ജെയിംസ് ജീൻസും ഹറോൾഡ് ജെഫ്രെയും ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ തിയറി പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ മാസീവ് സ്റ്റാർ പാസ്ഡ് വെരി ക്ലോസ് ടു ദ യങ് സൺ. The gravitational attraction of the passing star created huge tidal forces on the sun. എന്താ പറയുന്നത്? നമ്മുടെ യങ് സൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സണ്ണിനടുത്തൂടെ ഒരു സ്റ്റാർ പാസ് ചെയ്ത് പോവുകയാണ്. ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് ദ പാസിംഗ് സ്റ്റാർ ക്രിയേറ്റഡ് ഹ്യൂജ് ടൈഡൽ ഫോഴ്സസ് ഓൺ ദ സൺ. ഓക്കെ, ഈ പാസ് ചെയ്ത് പോയ സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാരണം സണ്ണിൽ ഒരു ടൈഡൽ ഫോഴ്സ് ഉണ്ടാവുകയാണ്. ഒരു ടൈഡൽ ഫോഴ്സ് അല്ല, ഹ്യൂജ് ടൈഡൽ ഫോഴ്സ് ഫോം ചെയ്യുകയാണ്. These tidal forces pulled out a long stream of hot gaseous material from the sun. Then the ejected material broke into several blobs. Then the blobs cooled and formed as planets. Okay, അപ്പോൾ ഈ പാസ് ചെയ്ത് പോയ സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എന്ത് ചെയ്തു? സണ്ണിൽ ഹ്യൂജ് ടൈഡൽ ഫോഴ്സസ് ഉണ്ടാവുകയാണ്. ഈ ടൈഡൽ ഫോഴ്സസ് കാരണം എന്ത് ചെയ്തു? നമ്മുടെ സണ്ണിൽ നിന്നും ഗേഷ്യസ് മെറ്റീരിയൽ പുള്ള് ചെയ്തു ഈ സ്റ്റാറിന് കിട്ടുകയാണ്. ഇതെന്തായി മാറുകയാണ്? സെവറൽ ബ്ലോബ്സ് ആയി മാറുകയാണ്. ഓക്കെ, ഈ ഗേഷ്യസ് മെറ്റീരിയൽ, സണ്ണിൽ നിന്നും ധാരാളം ഗേഷ്യസ് മെറ്റീരിയൽ ഈ പാസ് ചെയ്ത് പോയ സ്റ്റാറിന് കിട്ടുകയാണ്. അങ്ങനെ ഇജക്ട് ചെയ്ത് ഈ മെറ്റീരിയൽ എന്ത് ചെയ്തു? സെവറൽ ബ്ലോബ്സ് ആയി മാറുകയാണ്. ബ്ലോബ്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ടൈപ്പ് ഒരു പ്ലാനറ്റെസിമൽസ് ആണ് നമുക്ക് പറയുക. സർക്കുലർ മോഡലുള്ള ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബ്ലോബ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലോബ്സ് പിന്നീട് കൂൾസ് ആയി പ്ലാനറ്റ്സ് ആയി മാറി. സൺ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇങ്ങനെ സണ്ണിൽ നിന്നും ഇജക്ട് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ ബ്ലോബ്സ് ആയി മാറി. ഈ ബ്ലോബ്സ് പിന്നീട് പ്ലാനറ്റ്സ് ആയി മാറി എന്നാണ് ടൈഡൽ ഹൈപ്പോത്തിസിസ് പറയുന്നത്. നെക്സ്റ്റ് തിയറി, പ്രോ പ്ലാനറ്റ് ഹൈപ്പോത്തിസിസ്. പ്രോ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, പ്ലാനറ്റുമായി ബന്ധമുള്ളത് അല്ലേ. ഇപ്പൊ പ്ലാനറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോ പ്ലാനറ്റ് എന്ന് നമുക്ക് പറയാം. ദിസ് തിയറി പ്രപ്പോസ്ഡ് ബൈ ജെറാൾഡ് പി കൂപ്പർ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദി സോളാർ സിസ്റ്റം വാസ് ഒറിജിനേറ്റഡ് ഫ്രം a rotating cloud of gas and dust called nebula. This nebula contracted under gravity. The young sun formed at the center. Okay, പ്രോ പ്ലാനറ്റ് ഹൈപ്പോത്തിസിസ് എന്താ പറയുന്നത്? ആദ്യമേ തന്നെ ഇവിടെ ഒരു നെബുല ഉണ്ട്. എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് ഗ്യാസിൽ നിന്ന് ഒരു നെബുല ഫോം ചെയ്തു. ഇതിന്റെ ഈ ഫോം ചെയ്ത നെബുല കോൺട്രാക്റ്റഡ് ആയി, ഗ്രാവിറ്റിയിൽ കോൺട്രാക്റ്റഡ് ആയി. ഇതിന്റെ സെന്റർ പാർട്ടിൽ ആരുണ്ടായി? സണ്ണുണ്ടായി. The remaining gas and dust flattened into rotating disk around the sun called pro-planet or protoplanet. Okay, ഈ സണ്ണിന് ചുറ്റുമുള്ള ബാക്കി മാറ്റർ ഉണ്ടല്ലോ നെബുലയുടെ, അത് പിന്നീട് എന്ത് ചെയ്തു? സണ്ണിന് ചുറ്റും പ്രോ പ്ലാനറ്റ്സ് ആയി മാറി, അല്ലെങ്കിൽ പ്രോട്ടോ പ്ലാനറ്റ്സ് ആയി മാറി. ഈ പ്രോട്ടോ പ്ലാനറ്റ്സ് ഗ്രാജുവലി എന്തായി മാറി? പ്ലാനറ്റ്സ് ആയി മാറി എന്നാണ് പ്രോ പ്ലാനറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? ജെറാൾഡ് പി കൂപ്പർ ആണ്. നെക്സ്റ്റ് തിയറിയാണ് ബൈനറി ഹൈപ്പോത്തിസിസ് തിയറി. ബൈനറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, രണ്ടെണ്ണം എന്നുള്ളതാണ്. ഓക്കെ, ദിസ് തിയറി പ്രപ്പോസ്ഡ് ബൈ H.N. Russell. According to this theory, there was another companion star of the sun was existed. Okay, H.N. Russell ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. സൺ ഉണ്ടായിരുന്നു, സണ്ണിനടുത്ത് തന്നെ ഒരു കമ്പാനിയൻ സ്റ്റാറും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ദ ടു സ്റ്റാർസ് ടുഗദർ ഫോംഡ് എ ബൈനറി സ്റ്റാർ സിസ്റ്റം. അവരെങ്ങനെ രണ്ടുപേരും കൂടെ ഇണക്കിളികളായി എന്ന് പറയും പോലെ രണ്ടുപേരും കൂടെ ടുഗദർ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ആയി ഫോം ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ദെൻ എ തേർഡ് സ്റ്റാർ പാസ് ക്ലോസ് ടു ദ കമ്പാനിയൻ സ്റ്റാർ ഓഫ് ദ സൺ. എപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കുകയോ മൂന്നാമത് ഒരാൾ ശല്യപ്പെടുത്താൻ വരും അല്ലേ,
അങ്ങനെ ഒരാൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നു. എ തേർഡ് സ്റ്റാർ പാസ് ക്ലോസ് ടു ദ കമ്പാനിയൻ സ്റ്റാർ ഓഫ് ദ സൺ. ഈ സ്റ്റാറിന്റെ കമ്പാനിയൻ സ്റ്റാർ ഉണ്ടല്ലോ, സണ്ണിന്റെ കമ്പാനിയൻ സ്റ്റാറിന്റെ അടുത്തൂടെയാണ് ഒരു തേർഡ് സ്റ്റാർ വന്നത്. ഇറ്റ് റിസൾട്ടഡ് ദ ഇജക്ഷൻ ഓഫ് ഗേഷ്യസ് മാറ്റർ ഫ്രം ദ ബൈനറി സ്റ്റാർസ് ആൻഡ് ഫോംഡ് ലൈക്ക് എ ഫിലമെന്റ്. ഇങ്ങനെ ഒരു കമ്പാനിയൻ സ്റ്റാറിന് അടുത്തൂടെ മറ്റൊരു സ്റ്റാർ ക്ലോസ് ആയി വന്നത് കാരണം ഈ സ്റ്റാർസിൽ നിന്ന്, അതായത് സണ്ണിൽ നിന്നും കമ്പാനിയൻ സ്റ്റാറിൽ നിന്നും കുറച്ചധികം ഗേഷ്യസ് മാറ്റർ ഇജക്റ്റഡ് ആയി. ഈ ഇജക്ട് ചെയ്ത മാറ്റർ ഈ കമ്പാനിയൻ സ്റ്റാറിന് ചുറ്റും ഒരു ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചറിൽ ഫോം ചെയ്തു. ദ പ്ലാനറ്റ്സ് വെയർ ഫോംഡ് ഫ്രം ദിസ് ഗേഷ്യസ് ഫിലമെന്റ് ഓഫ് മാറ്റർ. ഈ ഗേഷ്യസ് ഫിലമെന്റ് ഓഫ് മാറ്ററിൽ നിന്നാണ് പിന്നീട് പ്ലാനറ്റ്സ് ഉണ്ടായി എന്നാണ് എന്ത് പറയുന്നത്, ബൈനറി സ്റ്റാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത ആരാണ്? എച്ച്.എൻ. റുസൽ ആണ്. എച്ച്.എൻ. റുസൽ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. 2 സ്റ്റാർ, അതായത് സൺ ഉണ്ടായിരുന്നു, സണ്ണിനോടൊപ്പം തന്നെ ഒരു സ്റ്റാർ, ഒരു കമ്പാനിയൻ സ്റ്റാറും കൂടി ഉണ്ടായിരുന്നു. ഒരു തേർഡ് സ്റ്റാർ വന്നു അല്ലെ. ഈ തേർഡ് സ്റ്റാറിന്റെ വരവ് കാരണം ഈ സ്റ്റാർസിൽ, സണ്ണിലും ഈ കമ്പാനിയൻ സ്റ്റാറിലും ഗ്രാവിറ്റേഷണൽ ഇജക്ഷൻ ഉണ്ടായി അല്ലെ, ഒരു ഗേഷ്യസ് മെറ്റീരിയലിന്റെ ഇജക്ഷൻ ഉണ്ടായി. ഇതിന്റെ വരവ് കാരണം ആ മെറ്റീരിയൽ ഒരു ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചറിൽ ഫോം ചെയ്യുകയും ആ സ്ട്രക്ചർ പിന്നീട് പ്ലാനറ്റായി മാറുകയും ചെയ്തു എന്നാണ് ബൈനറി സ്റ്റാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ഹൈപ്പോത്തിസിസ് ആണ് പറഞ്ഞത്, അത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞത് ഗേഷ്യസ് ഹൈപ്പോത്തിസിസ് ആണ്. ഇമ്മാനുവൽ കാന്ത് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. നെബുലാർ ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ പിയറി സൈമൺ ലാപ്ലാസ് ആണ്. പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ തോമസ് ഇ ചാമ്പലിനും ഫോറസ് ആർ മോൾട്ടനും ആണ്. ടൈഡൽ ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ ജെയിംസ് ജീൻസും ഹറോൾഡ് ജെഫ്രയും ആണ്. പ്രോ പ്ലാനറ്റ് ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ ജെറാൾഡ് പി കൂപ്പർ ആണ്. ബൈനറി സ്റ്റാർ ഹൈപ്പോത്തിസിസ് എച്ച്.എൻ. റുസലും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബിഗ് ബാങ് തിയറിയാണ്. അത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ജോർജ് ലമൈറ്ററും പിന്നീട് അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയത് എഡ്വിൻ ഹബിളും ആണ്. അപ്പം നമുക്ക് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് നോക്കാം. നമ്മൾ അത്യാവശ്യം കേട്ടിട്ടുള്ള ഒരു തിയറിയാണ്. ദിസ് തിയറി ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ജോർജ് ലമൈറ്റർ ഇൻ 1927, later by Edwin Hubble. It is the most widely accepted explanation for the origin of the evolution of universe. By this theory, universe began about 13.8 billion years ago from extremely hot and dense state. Okay, ഈ ഒരു തിയറി എന്താ പറയുന്നത്, 13.8 ബില്യൺ ഇയേഴ്സിന് മുന്നേ വളരെ ഹോട്ടായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നുമാണ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തു എന്നാണ്. ദിസ് ടൈനി സ്റ്റേറ്റ് കോൾഡ് സിംഗുലാരിറ്റി. ഓക്കെ, ബിഗ് ബാങ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഒരു ഹോട്ടായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പിന്നീട് അത് പൊട്ടിത്തെറിച്ച് എന്താണ് സ്പ്രെഡ് ചെയ്ത് ബിഗ് ബാങ് എക്സ്പാൻഡ് ആയി യൂണിവേഴ്സായി മാറി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേയുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഒറ്റയായിട്ടിരുന്ന ആ ഒരു സ്റ്റേറ്റ്, അതിന് നമ്മൾ പറയുന്ന പേര് സിംഗുലാരിറ്റി എന്നാണ്. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ആയിക്കൊണ്ടിരുന്നു. ജോർജ് ലെമൈറ്റർ സജസ്റ്റഡ് ദാറ്റ് യൂണിവേഴ്സ് ബിഗാൻ ഫ്രം പ്രൈം വീൽ ആറ്റം. ഒരു പ്രൈം വീൽ ആറ്റത്തിൽ നിന്നാണ് യൂണിവേഴ്സ് ബിഗാനായി എന്നാണ് ജോർജ് ലെമൈറ്റർ പറയുന്നത്. എന്നാൽ എഡ്വിൻ ഹബിൾ എന്താ പറയുന്നത്, he discovered that galaxies are moving away from each other and it provides the evidence of universe is expanding. അപ്പോൾ ജോർജ് ലെമൈറ്ററിന്റെ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുണ്ട് കണ്ടാണ് പിന്നീട് എഡ്വിൻ ഹബിള് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഗാലക്സീസ് ഒക്കെ ഉണ്ട്, ഈ ഗാലക്സീസ് മൂവ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് യൂണിവേഴ്സിലെ ഗാലക്സീസ് സ്റ്റാർസ് ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എന്തായി മാറുന്നുണ്ട്, യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്നാണ് എഡ്വിൻ ഹബിള് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇത്രയും തിയറീസ് ആണ് മെയിൻലി നമ്മുടെ എർത്തിന്റെ മാത്രമല്ല യൂണിവേഴ്സിന്റെ ഒക്കെ ഫോർമുലേഷൻ എവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറീസ് ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഒരു തിയറീസ് ഒക്കെ പറയുന്നു, അതുപോലെ തന്നെ ചില മിഷൻസ് ഇന്ത്യയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നാസയിൽ നിന്നാണെങ്കിലും ഒക്കെ പോയിട്ടുള്ള ചില മിഷൻസും ചില ടെലസ്കോപ്പിന്റെ ഇൻവെൻഷൻസും ഒക്കെ നമുക്ക് എർത്തിന്റെ എവല്യൂഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സഹായകരമായിട്ടുണ്ട്. അത് ഏതൊക്കെ മിഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹബിൾ ടെലസ്കോപ്പ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹബിൾ ടെലസ്കോപ്പ്. ഇറ്റ് ഈസ് എ സ്പേസ് ടെലസ്കോപ്പ്. ഇറ്റ് ഓർബിറ്റ്സ് എർത്ത് ആൻഡ് ഒബ്സർവ്സ് ദ യൂണിവേഴ്സ് ഫ്രം ദ സ്പേസ്. ഹബിൾ ടെലസ്കോപ്പ് എവിടെയാണ്? നമ്മുടെ എർത്തിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്ത് ഇവിടെ ഉണ്ടെങ്കിൽ എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു ടെലസ്കോപ്പാണ് ഈ ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഇത് എർത്തിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്.
This telescope was developed by NASA and ESA. ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നിട്ടാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഗേവ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ഏർലി യൂണിവേഴ്സ് കണ്ടീഷൻസ്. നമ്മുടെ യൂണിവേഴ്സിന്റെ ഏർലി കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള ധാരാളം അറിവുകൾ ഈ ഹബിൾ ടെലസ്കോപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് ദ ഏജ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ഏജും ഡിറ്റർമൈൻ ചെയ്യാൻ ഹബിൾ ടെലസ്കോപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. നമ്മളൊക്കെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നു, പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു നമ്മൾ വായിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ ടെലസ്കോപ്പ് ടു ഒബ്സർവ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ഇറ്റ് ഡെവലപ്ഡ് ബൈ നാസ, ESA ആൻഡ് CSA. ESA എന്താണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസി. CSA ആണെങ്കിലോ കനേഡിയൻ സ്പേസ് ഏജൻസിയാണ് CSA. ഇറ്റ് ഗീവ്സ് ദ ഐഡിയ അബൌട്ട് ഏർലി യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിന്റെ ഏർലി സ്റ്റേജിനെ കുറിച്ചിട്ടുള്ള ധാരാളം ഐഡിയകൾ ജെയിംസ് വെബ് ടെലസ്കോപ്പ് തരുന്നുണ്ട്. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ ലൈറ്റ് ഫ്രം ഫസ്റ്റ് സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ്. ഗാലക്സീസിന്റെ ഫസ്റ്റ് സ്റ്റാർസിനെയും ഗാലക്സീസിന്റെയൊക്കെ ലൈറ്റ് ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് സൺ എർത്ത് L2 ലഗ്രാഞ്ച് പോയിന്റ് ആണ്. ലഗ്രാഞ്ച് പോയിന്റ് എന്താണ് നമ്മൾ ഇനി പറയും താഴോട്ട്. അപ്പോൾ സണ്ണിന്റെയും എർത്തിന്റെയും അടുത്തായിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് L2 ലഗ്രാഞ്ച് പോയിന്റ്. L2 എന്ന് പറയും. L2ലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, അടുത്തൊരു മിഷനാണ് നമുക്ക് എർത്തിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ കുറച്ച് അറിവ് തരുന്ന മറ്റൊരു മിഷനാണ് ആദിത്യ L1 മിഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മിഷൻ ഓഫ് ഇസ്രോ ടു സ്റ്റഡി അബൌട്ട് ദ സൺ. ഓക്കെ, സണ്ണിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ നിന്ന് വിട്ട ഇസ്രോയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മിഷനാണ് ആദിത്യ L1. ഇറ്റ് സ്റ്റഡീസ് സൺസ് ആക്ടിവിറ്റി ആൻഡ് സൺസ് ഇൻഫ്ലുവൻസ് ഓൺ എർത്ത്. ഇത് ആദിത്യ L1 എന്താണ് സ്റ്റഡി ചെയ്യുന്നത്? സണ്ണിന്റെ ആക്ടിവിറ്റി മാത്രമല്ല, സണ്ണ് എർത്തുമായി എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതും ആദിത്യ L1 പഠിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ സ്റ്റഡീസ് സൺസ് കൊറോണ, സൺസ് സോളാർ വിൻഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇവയെക്കുറിച്ചൊക്കെ ആദിത്യ L1 കൂടുതലായി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആദിത്യ L1 ലൈസ് ഓൺ L1 ലഗ്രാഞ്ച് പോയിന്റ്. നമ്മൾ ലഗ്രാഞ്ച് പോയിന്റ് എന്താണെന്ന് ഇപ്പോൾ പറയും. അപ്പോൾ നമ്മൾ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലഗ്രാഞ്ച് പോയിന്റ് 2ലാണ്, L2ലാണ്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. ആദിത്യ L1 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1ലാണ്. Because of this point, Aditya L1 can continuously observe sun without being blocked by എർത്ത് ഓർ മൂൺ. ഓക്കെ, എന്തിനാണ് L1 എന്ന് പറയുന്ന പോയിന്റ് ലഗ്രാഞ്ച് പോയിന്റ് L1ൽ ആദ്യത്തെ L1 വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ എർത്തും മൂണും നമുക്കറിയാം റിവോൾവ് ചെയ്യാണല്ലോ സണ്ണിനെ ചുറ്റി. ഈ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് റിവോൾവ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഒരു തടസ്സമാവില്ല ആദ്യത്തെ L1ന്റെ സ്റ്റഡീസിന്. അതുകൊണ്ടാണ് L1ൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് നോക്കാം. ദീസ് ആർ ദ ലൊക്കേഷൻസ് ഇൻ സ്പേസ് വെയർ ഗ്രാവിറ്റി ആൻഡ് മോഷൻ ബാലൻസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്പേസിലെ ചില ഏരിയാസ് എടുക്കുമ്പോൾ ഇപ്പൊ സണ്ണുമായിട്ടുള്ള അട്രാക്ഷൻ കാരണം ചില സ്ഥലത്ത് സ്പീഡ് കൂടുതലായിരിക്കാം, റൊട്ടേഷൻ കൂടുതലായിരിക്കാം, വിൻഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ലഗ്രാഞ്ച് പോയിന്റ്സിൽ പ്രധാനമായും ഗ്രാവിറ്റിയും മോഷനും ബാലൻസ് ചെയ്തു വരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ലഗ്രാഞ്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 5 ലഗ്രാഞ്ച് പോയിന്റ്സ് ആണ് ഉള്ളത്. L1, L2, L3, L4, L5 ഇങ്ങനെ ടോട്ടൽ 5 ലഗ്രാഞ്ച് പോയിന്റ്സ് ഉണ്ട്. L1 ലൈസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ സൺ ഉണ്ട്, ഇവിടെ എർത്ത് ഉണ്ട്. L1 പോയിന്റ് കണ്ടോ, ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സണ്ണിനും എർത്തിനും ഇടയിലാണ് L1 ലഗ്രാഞ്ച് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദിത്യ L1 അല്ലെ, L1 എവിടെയാണ്? ആദിത്യ L1 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്തിനെ ചുറ്റിയുള്ള മൂണും ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാലും L1 പോയിന്റിൽ ഒരിക്കലും ഒരു തടസ്സമാവില്ല. L2 ലൈസ് ബിയോണ്ട് എർത്ത് ആൻഡ് എവേ ഫ്രം ദ സൺ. കണ്ടോ, എർത്തിനെ ബിയോണ്ട് ആയിട്ടും സണ്ണിൽ നിന്നും എവേ ആയിട്ടാണ് L2 പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. L2ൽ ആരാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് പഠിച്ചു? ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണ് അല്ലേ. ജെയിംസ് വെബ് ടെലസ്കോപ്പ് L2ലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചത്. എർത്തിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെ, അതുപോലെ തന്നെ യൂണിവേഴ്സിനെ കുറിച്ചും ഒബ്സർവ് ചെയ്യുന്ന ഒരു ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. നെക്സ്റ്റ് L3 ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സൺ. കണ്ടോ, L3 ഇവിടെയാണ്, സൺ ഇവിടെയുണ്ട്. L3 സണ്ണിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് L3 ഇരിക്കുന്നത്. L4 ആൻഡ് L5 പോയിന്റ്സ് ആർ 60 ഡിഗ്രി അഹെഡ് ആൻഡ് ബിഹൈൻഡ് സൺ. കണ്ടോ, സൺ ഇവിടെയുണ്ട്,
സണ്ണിൻ്റെ 60 ഡിഗ്രി എഹെഡും ബിഹൈൻഡും ആയിട്ടാണ് L4ഉം L5ഉം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ L1 ലൈസ് ഓൺ L1 ആൻഡ് ലൊക്കേഷൻ ഓഫ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഈസ് ഓൺ L2. നമ്മളത് പറഞ്ഞതാണ്. ആദ്യത്തെ L1 ലഗ്രാഞ്ച് പോയിന്റിലും ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണെങ്കിലോ L2 ലഗ്രാഞ്ച് പോയിന്റിലുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എർത്തുമായി ബന്ധപ്പെട്ട ചില മിഷൻസ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയ മിഷൻസ് ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ എവല്യൂഷൻ ഓഫ് എർത്തുമായി റിലേറ്റ് ചെയ്ത കുറച്ച് തിയറീസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.